ഒന്ന്, കേരള നിയമസഭ ഏകണ്ഠമായി പാസാക്കി. നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിലെയോ സംസ്ഥാന രാഷ്ട്രീയത്തിലെയോ ഏതെങ്കിലും സ്വാധീനിക്കുന്ന ഒരു വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല ഭൂവിനിയോഗ നിയമം പാസ്സാക്കിയിട്ടുള്ളത്. കാരണം ഒരു ജനതയുടെ 6.5 പതിറ്റാണ്ട് കാലത്തെ കാത്തിരിപ്പിൻ്റെ ഭാഗമായി LDF ഗവൺമെൻറ്റിൻ്റെ 2016 പ്രകടനപത്രികയിൽ 41, 42, 3 പേജുകളിലായി ഇടുക്കി ജില്ലയിലെ സങ്കീർണമായ ഭൂപ്രശ്നങ്ങൾ എന്താണ്, അവയ്ക്ക് പരിഹാരം എന്തെന്ന് പറഞ്ഞു. അതിലൊട്ടേറെ പ്രശ്നങ്ങൾ 5 വർഷക്കാലം കൊണ്ട് പരിഹരിക്കും. അവശേഷിക്കുന്ന ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് LDF ഗവൺമെൻറ്റിൻ്റെ 2021 പ്രകടനപത്രികയിൽ 388 കാര്യമായി ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളതാണ് ഒന്ന്, ഭൂവിനിയോഗ നിയമത്തിൻ്റെ ചട്ടം ഭേദഗതി ചെയ്തതിനു വേണ്ടിയുള്ള നിയമം കൊണ്ടുവന്ന് പറഞ്ഞിട്ടുള്ളത്. അത് നിയമസഭയിൽ ഒട്ടേറെ ചർച്ചകളുടെയും വിവാദങ്ങളുടെയും നിവേദനങ്ങളുടെയും എല്ലാം അടിസ്ഥാനത്തിൽ ഏകകണ്ഠമായി അംഗീകരിച്ചതാണ്. ഗവർണർ അതിനകത്ത് ഒപ്പിട്ട് തരാതിരിക്കുന്നത് ചില വിഘടനവാദ ശക്തികളുടെയും ചില നിഷിദ്ധ താല്പര്യക്കാരുടെയും നിലപാടിൻ്റെ ഭാഗമായിട്ടാണ്. ഈ വിഷയത്തെ ഉയർത്തിപ്പിടിച്ച് വളരെ ശക്തമായ സമരം രാജ്ഭവന്റെ മുന്നിൽ നടത്തിയാണ്. എന്നിട്ടും അങ്ങേര് അതിനു വേണ്ടിയുള്ള നിലപാടെടുക്കുന്നില്ല. ഈ സാഹചര്യത്തിലാണ് റിപ്പബ്ലിക് ദിനമായ ജനുവരി 26 ഇടുക്കി ജില്ല രൂപപ്പെടുത്തിയിട്ട് 52 വർഷക്കാലം തികയുന്ന ജന്മദിനത്തിൻ്റെ അന്ന് 1,00,000 ഇമെയിൽസ് അയക്കുക, ഇടുക്കി ജില്ലയിലെ എല്ലാ ജനങ്ങളെ പ്രതിഷേധം അദ്ദേഹത്തെ അറിയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അയക്കാൻ തീരുമാനിച്ചുള്ളത്. ശക്തമായ പ്രതികരണം ഇക്കാര്യത്താണ്. തുടർന്ന് ഭൂവിനിയോഗ നിയമ ബില്ല് ഭേദഗതി ചെയ്ത് കിട്ടുന്നിടം വരെയും അതിശക്തമായ സമരവുമായി മുന്നോട്ട് പോകാനാണ് എനിക്ക് തീരുമാനിച്ചിട്ടുള്ളത്. അതനുസരിച്ചുള്ള പ്രക്ഷോഭത്തിൽ അതിൻ്റെ ഭാഗമായിട്ടാണ് CPM-ൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വരുന്ന 26-ാം തീയതി ഇടുക്കി ജില്ല രൂപപ്പെട്ടുകൊണ്ടിട്ട് 52 വയസ്സ് പൂർത്തീകരിക്കുകയാണ്. അതിൻ്റെ പ്രത്യേകത ഇന്ത്യ റിപ്പബ്ലിക് ആയതിൻ്റെ സവിശേഷതയുണ്ട്. ആ ഒരു ദിനത്തിൽ ഒരു ജനതയുടെ ആത്മരോക്ഷത്തെ പ്രകടിക്കപ്പെടുക എന്നതാണ് ഈ സമരരൂപം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ നേരത്തെ പറയാം. അതിനിപ്പോൾ 2ാം ഘട്ടത്തിൽ LDF ആലോചിക്കണം. ഇവിടെയാണ് ഞങ്ങൾ ഭൂവിനിയോഗ നിയമം പാസ്സാക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. 71 ഒരു ചട്ടത്തെ ചോദ്യം ചെയ്തുകൊണ്ട് വൺ എർത്ത് വൺ ലൈഫ് സംഘടന കൊടുത്ത കത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് കേരള ഹൈക്കോടതി ഇത്തരമൊരു വിധി പുറപ്പെടുവിച്ചിട്ടുള്ളത്. പ്രത്യേകമായ ഡിവിഷൻ ബെഞ്ചിൽ മുന്നിൽ നിൽക്കുന്ന കേസാണ്. 88ഓളം കേസ് ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ചിൽ രൂപപ്പെടുത്തിയ കേസ് പ്രത്യേകം എടുക്കുന്നുണ്ട്. ഈ കേസിൻ്റെ എല്ലാ വിധികളും എടുക്കുമ്പോൾ ഏകപക്ഷീയമാണ്. പരിസ്ഥിതിവാദികളുടെയും നിശ്ചിത താല്പര്യക്കാരുടെയും അഭിപ്രായങ്ങളെ മാത്രം മാനിച്ചുകൊണ്ടുള്ള സമീപനമാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ പല വിധികളും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ആ വിധിക്കെതിരായിട്ട് ഞങ്ങൾ ഹൈക്കോടതിയുടെ മുമ്പിലേക്ക് ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുന്നതിന് ഉൾപ്പെടെ നീതി കിട്ടാൻ വേണ്ടിയുള്ളത് ആലോചിച്ചിട്ടുണ്ട്. അത് LDF കമ്മിറ്റി ഒരു വട്ടം ഞങ്ങൾ ആലോചിച്ച്, നേരത്തെ LDF കൺവീനർ പറഞ്ഞിരുന്നു, അത് ആലോചിച്ച് ഞങ്ങൾ അത്തരം ഒരു സമരം എടുക്കും. ഹൈക്കോടതിയുടെ വിധിക്കകത്ത് ചെല്ലുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയോ നിശ്ചിത വിധിയാണ്. 1/1/77 മുമ്പ് കുടിയേറിയിട്ടുള്ള കുടിയേറ്റ ക്രമീകരണം നിയമസഭ അംഗീകരിച്ചതാണ്. എല്ലാവർക്കും പട്ടയം കൊടുക്കാൻ വേണ്ടി നിലപാട് ചെയ്യുക. കുടിയേറ്റം അംഗീകരിച്ചല്ലോ. കേരള സംസ്ഥാന നിയമസഭ ഏകണ്ഠമായി 1/1/77 മുമ്പ് കുടിയേറ്റം എല്ലാം അംഗീകരിച്ചതാണ്. അപ്പോൾ അംഗീകരിച്ചതിന് ശേഷം പിന്നെ 77 ഒരു ചട്ടം ഉണ്ടായെന്ന് പറഞ്ഞ് അതിൻ്റെ പേര് പട്ടയം തന്നെ. അതൊരു പട്ടയത്തിൻ്റെ പേരിലല്ലല്ലോ. ഇനി ഏതെങ്കിലും ഒരു പട്ടയത്തിൻ്റെ പേരിലാണ് വൺ എർത്ത് വൺ ലൈഫ് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെടുക്കാം, അതിന് ഞങ്ങൾക്ക് തർക്കമില്ല. പക്ഷേ ഇതെല്ലാം അങ്ങ് നിരോധിക്കാന്ന് പറഞ്ഞ ന്യായം എന്താ? ആ ന്യായത്തോടൊന്നും ഞങ്ങൾക്ക് യോജിപ്പില്ല.